ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും ഉണ്ടാക്കാം. കടല ഇന്നലെ തന്നെ രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 5-6 വിസിൽ, ഞാനൊരു 6-7 വിസിൽ വരെ അടിക്കും. നന്നായിട്ട് കടല വെന്തോട്ടെന്ന് വെച്ചു. പിന്നെ ചായ ഇട്ടു, തേങ്ങയെല്ലാം പൊട്ടിച്ച് റെഡിയാക്കി വെച്ചു. പുട്ടുപൊടി നനയ്ക്കുക. 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കും. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്കും കുതിർന്ന് റെഡിയാവും. പിന്നെ അത് ഒന്നുടച്ചിട്ട് ഞാൻ പുട്ടുകുറ്റിക്കകത്തല്ല, ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് നിറച്ച് ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് ആവി കയറ്റും. അപ്പോൾ ചെറിയ ചെറിയ പുട്ടായിട്ട് കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പമുണ്ട്. എത്ര എണ്ണം വേണേലും വെക്കാം. എത്ര പേരുണ്ടെങ്കിലും 5 എണ്ണം ഒന്നിച്ച് വേവും. അപ്പം അങ്ങനെ എളുപ്പപ്പണിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ മരുന്ന് റെഡിയാക്കി, തേങ്ങാപ്പാലെടുത്തു. അപ്പോൾ ഇനി കടലയ്ക്കുള്ള കൂട്ട് റെഡിയാക്കാം. നമുക്ക് പാനടുപ്പത്ത് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണയും അല്പം നെയ്യും കൂടെ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തിട്ട് പകുതി ഒന്ന് മൂപ്പിക്കും. അത് കഴിയുമ്പോൾ അതിനകത്തോട്ട് സവാളയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും കുത്തിയരിഞ്ഞതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റും. അതൊരു നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അല്പം പെരിഞ്ജീരകപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ശരിക്കൊന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും വെള്ളവും കൂടെ ചേർത്ത് ഒന്നിച്ച്, കടലയും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കാണും, അതും കൂടെ ഒഴിക്കും. ഇത്തിരി ഉപ്പും ഇട്ട് പിന്നെ പോരാത്ത വെള്ളവും കൂടെ നമുക്ക് ആവശ്യത്തിന് എത്ര കറിക്ക് ചാറ് വേണോ അത്രയും വെള്ളവും കൂടെ ഒഴിച്ച്, പുട്ടിനൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഏറെ കറി വേണമല്ലോ, വാങ്ങി വെച്ചിട്ട് മല്ലിയിലയും ചേർത്ത് സെർവ് ചെയ്യാം. പുട്ടും കടലയും റെഡിയായി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.